ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. കർത്താവിന് വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. സ്നാപക യോഹന്നാനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അല്ലേ. സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവിന് വഴിയൊരുക്കാനായിട്ട് വന്നവനാണ് എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഇതേ ലക്ഷ്യം തന്നെയാണ് ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന് വഴിയൊരുക്കണം, മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കണം, മറ്റുള്ളവർക്ക് ദൈവത്തെ പ്രദാനം ചെയ്തു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. പലപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. നമ്മൾ പരാജയപ്പെട്ടു പോവുക. ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാനായിട്ട് സാധിക്കാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോ വീഴ്ച പറ്റിക്കൊണ്ട് ഉത്തരവാദിത്തമൊന്നും നിറവേറ്റാതെ എൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ അതിൽ നിന്ന് മാറാൻ പറ്റണം. എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം എന്താണ്? ദൈവത്തെ കൊടുക്കണം. മറ്റുള്ളവരെ നയിക്കേണ്ടത് നമ്മിലേക്കല്ല, ദൈവസന്നിധിയിലേക്ക്. അതിനുള്ള വഴിയാണ് നമ്മൾ ദൈവത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കണം. പലപ്പോഴും നമ്മൾ ആയിരിക്കുന്ന ഇന്ന് ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരെയും നമ്മിലേക്ക് ആകർഷിക്കാനായിട്ട് അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര കഴിവാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർ കാണണം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് പുകഴ്ത്തി പറയണം, മറ്റുള്ളവരെ എൻ്റെ സന്നിധിയിലേക്ക് നമ്മിലേക്ക് ആകർഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം എന്താ? നമ്മിലേക്കല്ല മറ്റുള്ളവരെ ആകർഷിക്കുക, മറിച്ച് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുവാനായി. നമ്മൾ വെറും മീഡിയേറ്റർ, വഴികാട്ടികൾ, അവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കണം. എന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാൻ പറ്റണം. ഇതും എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമാണ്. ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന്, എൻ്റെ ജീവിതത്തിൽ ദൈവം ഉണ്ടാവണം. എൻ്റെ ജീവിതത്തിൽ ദൈവമില്ല എങ്കിൽ കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല കേട്ടോ. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ളതാണ് മറ്റൊരുവനുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്കില്ലാത്ത ഒരു കാര്യവും ആരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട്, ആ ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട്, നമ്മുടെ പക്കലേക്ക് വരുന്ന ഓരോ വ്യക്തികളെയും ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട്, അവർക്ക് ദൈവത്തെ പ്രദാനം ചെയ്തു കൊടുക്കുവാൻ, അങ്ങനെ യോഹന്നാനെ പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.